എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഒരു ലേഡി ഇപ്പൊ ഇറൂക്ക സെൻസയോട് പറയും, ആ ഒരു മലയ്ക്ക് പിന്നില് എന്തോ ഒരു ട്രഷർ ഉണ്ട്, അതെടുക്കാൻ ഒരുപാട് റോക്ക് നിഞ്ച ആ ഒരു മലയ്ക്ക് പിന്നില് ഇപ്പൊ തമ്പടിച്ചിരിക്കുകയാണ്. അവരിൽ ഒരുപാട് പേര് പരസ്പരം ഏറ്റുമുട്ടി ആരൊക്കെയോ മരിച്ചു. അവരിപ്പോഴും വിട്ടുപോവാതെ അവിടെ തന്നെ കറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടേക്ക് കുട്ടികൾ പോവാതിരിക്കാൻ കർശനമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ടെൻഷനായി ഇറുക്ക മാസ്റ്റർ കുട്ടപ്പൻ അന്വേഷിച്ച് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ ആ കാട് മുഴുവൻ നടന്ന് ഏതെങ്കിലും ഡെഡ് ബോഡി എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാണ്. അങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടിയാൽ മാത്രമേ അവന് ഫ്രണ്ട്സിനെ കിട്ടൂ. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ഇറൂക്ക സെൻസായി കുട്ടപ്പനെ കണ്ടുപിടിക്കും. സെൻസായി കുട്ടപ്പനോട് ചോദിക്കും, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, നീ വെറുതെ വെറുതെ ഇവിടെ കറങ്ങി നടക്കാണോ? എന്റെ കൂടെ അക്കാദമിയിലേക്ക് വാ, ഞാൻ നിന്റെ മാസ്റ്റർ ആണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് നീ കേൾക്കണം. അതിന് കുട്ടപ്പൻ പറയും, മാസ്റ്ററിനെ കുറിച്ചും അവിടെയുള്ള സ്റ്റുഡൻസിനെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എല്ലാവരും എന്നെ ഒരു മോൺസ്റ്ററിനെ പോലെയാണ് കാണുന്നത്. എനിക്കൊരു ഡെഡ് ബോഡി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടും. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, മാസ്റ്റർ തിരികെ പോണം. അതിന് മാസ്റ്റർ ദേഷ്യപ്പെട്ട് പറയും, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടെ തനിച്ചു വിട്ട് ഞാൻ തിരികെ പോവില്ല. അതിന് കുട്ടപ്പൻ അവൻ ഉടനെ ഇപ്പൊ സെക്സി ജിപ്സ് ഉപയോഗിക്കും. അത് കണ്ട് മാസ്റ്റർ ഇപ്പൊ ചോര ഛർദിച്ച് അങ്ങനെ താഴെ വീഴും. എന്റെ അടുത്ത് കളിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലെന്ന് പറഞ്ഞ് കുട്ടപ്പൻ വീണ്ടും മുൻപോട്ട് പോയി അവൻ അവിടെ എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടോന്ന് ഇപ്പൊ പരിശോധിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ മുഴുവനും ഒരുപാട് കത്തിയും ബ്ലേഡൊക്കെ കണ്ട് കുട്ടപ്പൻ ആ കൺഫ്യൂസ്ഡ് ആവും. അതേസമയം തന്നെ മരത്തിന്റെ മുകളില് കുറച്ച് മുട്ടകള് അവൻ കാണും. ആ മുട്ടകളുടെ തൊട്ടടുത്തായിട്ട് വലിയൊരു ബ്ലേഡ് കണ്ട് അവനത് എടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് കുട്ടപ്പന്റെ തൊട്ടു പിന്നില് ആ വില്ലന്മാര് അവരിപ്പോ പരസ്പരം സിഗ്നൽ കൊടുക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ അവൻ ആ ബ്ലേഡ് എടുക്കും. അതിന്റെ ഉള്ളില് എന്തോ ഒരു പേപ്പർ തിരികെ വെച്ചതായിട്ട് അവൻ കാണും. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു ബ്ലേഡ് അത് കാണിച്ച് അവരെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അതുമായിട്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ ആ വില്ലന്മാര് അവരും കുട്ടപ്പന്റെ പിന്നാലെ പോവും. കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി ആൾക്ക് ബോധം വരുമ്പോ ആളിപ്പോ പതിയെ ആളുടെ ചെറുപ്പകാലം ആലോചിക്കും. പപ്പയും അമ്മയും മരിച്ചതിന് ശേഷം അവനെ ആരും തന്നെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരെയും ചിരിപ്പിക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാനും വേണ്ടി അവൻ ഡ്രോപ്പ് കെട്ടി അതിന്റെ മുകളിലൂടെ നടന്നു. പക്ഷെ എന്താ, കാല് വഴുതി അവൻ താഴെ വീണു. കട്ട് ചെയ്ത ഇറൂക്ക പറയും, ഉറപ്പായിട്ടും കുട്ടപ്പന്റെ കൂടെ ഇനി ഞാനുണ്ടാവും. അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ അവനോട് കൂട്ടുകൂടി അവന്റെ സ്വന്തം മാസ്റ്ററായിട്ട്. കട്ട് ചെയ്ത ഇവിടെ ചോച്ചിയും ഷിക്കമരു അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ഹോട്ടലിന്റെ മുൻപിലേക്ക് വരും. അപ്പൊ ചോച്ചി അവൻ ഷിക്കമരുവിനോട് ചോദിക്കും, എനിക്ക് കുറച്ച് കാശ് തരുമോ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്, എന്തെങ്കിലും വാങ്ങി കഴിക്കണം. അതിന് ഷിക്കമരു പറയും, നീ ഫുൾ ടൈം ഇങ്ങനെ തിന്നോണ്ടിരുന്ന ഒരാനയെ പോലാവും, എന്തായാലും കുഴപ്പമില്ല, നീ ചോദിച്ചതല്ലേന്ന് പറഞ്ഞ് ഇപ്പൊ ക്യാഷ് ചോച്ചിക്ക് കൊടുക്കും. അപ്പൊ അത് കണ്ട് കാക്കാഷി, വാവ്, നിങ്ങൾ രണ്ടുപേരും ആൾക്കാർ കൊള്ളാലോ, ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കറങ്ങി നടക്കുകയാണല്ലേ. അതിന് ചോദിക്കും, നീ ഏതാ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? അത് കേട്ട് കാക്കാഷി ചിരിക്കും. മാസ്റ്റർ പറയും, നിന്റെ പേര് ചോച്ചി, ഇവൻ ഷിക്കമരു, നിങ്ങൾ രണ്ടുപേരെയും എനിക്കറിയാം. അത് കേട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഷോക്കാവും. ഞങ്ങളുടെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന് മാസ്റ്റർ പറയും, അതൊക്കെ അറിയാം, നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന കാര്യം നിങ്ങളുടെ വീട്ടിലറിയോ? അതിന് അവര് പറയും, ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തതല്ല, ഇറൂക്ക മാസ്റ്റർ ആള് കുട്ടപ്പനെ തേടി പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ അത് കേൾക്കുമ്പോ ഇപ്പൊ കാക്കാഷിക്ക് ആൾക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നും. അവരോട് രണ്ടുപേരോടും തിരികെ ക്ലാസ്സിൽ പോവാൻ പറഞ്ഞ് മാസ്റ്റർ ഇപ്പോ ഇറൂക്ക സെൻസായിക്ക് പിന്നാലെ സെൻസായി അന്വേഷിച്ച് അങ്ങനെ പോവാണ്. ഇവിടെ കുട്ടപ്പൻ അവന് ഫ്രണ്ട്സിന് കിട്ടിയ സന്തോഷത്തില് കത്തിയായിട്ട് മുൻപോട്ട് ഓടും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിലായിട്ട് ആ 4 വില്ലന്മാരും അങ്ങനെ ഹായ് ആയിട്ട് വന്ന് നിൽക്കും. അവര് വന്നുടനെ ഇപ്പൊ കുട്ടപ്പന്റെ കയ്യിലുള്ള ആ ഒരു കത്തി ചോദിക്കും. കുട്ടപ്പൻ അത് തരില്ല എന്ന് പറയുമ്പോ അവര് വാളെടുത്ത് കുട്ടപ്പനെ വെട്ടാൻ റെഡിയായിട്ട് നിൽക്കും. പക്ഷെ നമ്മുടെ ആളുടെ മാരക ജിപ്സും ആയിട്ടുള്ള സെക്സി ജിപ്സ് ഉപയോഗിക്കും. പക്ഷെ ആ വില്ലന്മാർക്ക് 4 പേർക്കും ഒരു കൂസലും ഉണ്ടാവില്ല. അവര് 4 പേരും അവരുടെ മാസ്ക് അഴിക്കുമ്പോഴായിരിക്കും അവര് ഗേൾസ് ആണെന്ന് ഇപ്പൊ കുട്ടപ്പന് മനസ്സിലാവുക. കുട്ടപ്പൻ നോ എന്ന് അലറിക്കാറി ഇപ്പൊ തിരിഞ്ഞോടാണ്. ഓൾറെഡി ആ കാട്ടില് ഒരുപാട് ട്രാപ്സ് ഉണ്ട്. അത് കറക്റ്റായി മനസ്സിലാക്കിയ കുട്ടപ്പൻ ട്രാപ്സ് ഓരോന്നായിട്ട് വെട്ടിത്തിരിപ്പിച്ച് മുൻപോട്ട് ഓടി ഒരു കുഴിയില് ഇപ്പൊ പതുങ്ങിയിരിക്കും. അവന്റെ പിന്നാലെ ഓടി വന്ന വില്ലത്തികള് അവരാ ട്രാപ്പിൽ വീണ് സ്റ്റക്ക് ആവുമ്പോ കുട്ടപ്പൻ പൊട്ടിച്ചിരിച്ച്
അവൻ അവിടുന്ന് എഴുന്നേറ്റ് ഇപ്പൊ മുൻപോട്ട് ഓടും. അവൻ അങ്ങനെ കൂളായിട്ട് ഓടി വരുമ്പോ ഇപ്പൊ കാല് വഴുതി നിലത്തേക്ക് വീഴും. കുട്ടപ്പൻ ഒരുപാട് പരുക്ക് പറ്റി അനങ്ങാൻ കഴിയാതെ അങ്ങനെ വീണ് കിടക്കും. അത് കണ്ട് മാസ്റ്റർ ഓടി വന്ന് കുട്ടപ്പനെ വാരിയെടുക്കും. അപ്പ വില്ലത്തി പെണ്ണുങ്ങള് അവര് വീണ്ടും ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരും. അവരെ കണ്ട് ഇറൂക്ക മാസ്റ്റർ ചോദിക്കും, ഇത് ലീഫ് വില്ലേജ് ആണ്, നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അതിന് അവര് പറയും, ഞങ്ങൾക്ക് ആവശ്യം ആ ചെക്കനെയാണ്, അവനെ കിട്ടിയാ ഞങ്ങൾ യാതൊരു കുഴപ്പം ഉണ്ടാക്കില്ലെന്ന് പറയും. അത് കേട്ട് ഇറൂക്ക മാസ്റ്റർ സ്റ്റൈലായിട്ട് പറയും, ഞാനിവന്റെ മാസ്റ്ററാണ്, ഇവനെ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് ഒരു സ്മോക്ക് ബോംബ് പൊട്ടിച്ച് കുട്ടപ്പനുമായി അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇറൂക്ക മാസ്റ്റർ ആള് കുട്ടപ്പനെ തോളത്തിരുത്തി മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷെ വില്ലത്തികള് അവരാ ട്രാപ്സ് തട്ടിത്തെറിപ്പിച്ച് ഇറൂക്ക സെൻസയുടെ പിന്നാലെ ഓടി മാസ്റ്ററിന്റെ തൊട്ടടുത്ത് എത്താൻ നേരം ഒരു പേപ്പർ ബോംബ് ഇപ്പൊ പാഞ്ഞു വന്ന് വില്ലത്തികളുടെ തൊട്ടടുത്തുനിന്ന് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് ഇറൂക്ക സെൻസായി ആൾ ഷോക്കായിട്ട് അവൻ ചുറ്റും നോക്കും. അപ്പൊ ഇറൂക്കയുടെ തൊട്ട് മുൻപിലായിട്ട് ഇപ്പൊ കാക്കാഷി മാസ്റ്റർ. കാക്കാഷി ഇറൂക്കയോട് പറയും, ഇറൂക്ക ഓടിക്കോ, അവർ നിന്റെ തൊട്ട് പിന്നാലെ ഉണ്ട്, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിന് ഇറൂക്ക ചോദിക്കും, നീ എങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു? അതെന്നോട് നിന്റെ സ്റ്റുഡൻസ് ആണ് പറഞ്ഞതെന്ന് പറഞ്ഞ് മുൻപോട്ട് ഓടി വന്ന് ചാടി വീണ് ഇപ്പൊ വില്ലത്തികളുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. കാക്കാഷി മാസ്റ്റർ പുറത്തു വന്ന് വില്ലന്മാരെ വെട്ടിത്തിരിപ്പിച്ച് ഇലക്ട്രിക് പവർ ഉപയോഗിച്ച് അവരെ 3 പേരെയും ഇപ്പൊ ലോക്ക് ചെയ്യും. ഇറൂക്ക മാസ്റ്റർ പറയും, താങ്ക് യു, നീ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ പെട്ടുപോയേനെ. മാത്രമല്ല നീ പറഞ്ഞ കാര്യങ്ങള് എന്റെ മനസ്സില് വല്ലാതെ ടച്ച് ചെയ്തു. ഇനി മുതല് കുട്ടപ്പന്റെ എല്ലാ കാര്യങ്ങളും അത് ഞാൻ നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ അവർക്ക് ആ ബ്ലേഡിൽ നിന്ന് കിട്ടിയ പേപ്പർ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഹൊക്കാഗെ ഏൽപ്പിക്കും. ആ പേപ്പർ നോക്കി ഇപ്പൊ ഹൊക്കാഗെ പറയും, ഇത് നമ്മുടെ ഗ്രാമത്തിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഗ്രാമത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തെറ്റായ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ അപകടത്തിന് കാരണമായേനെ. അറിയാതെയാണെങ്കിലും കുട്ടപ്പൻ അവൻ നമ്മുടെ നാടിനെ തന്നെ ഇപ്പൊ രക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ ഇറൂക്ക സെൻസായി ഇപ്പൊ ഹൊക്കാഗെയോട് പറയും, എനിക്ക് കുട്ടപ്പനെ എന്റെ സ്റ്റുഡൻ്റായി തന്നതില് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവനിപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവന്റെ കൂടെ എന്നും ഞാൻ തന്നെ ഉണ്ടാവും. ഹൊക്കാഗെ ചെറുപ്പത്തില് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഫ്ലാഷ് ബാക്കില് കുഞ്ഞൻ ഇറൂക്ക അവന്റെ അച്ഛന്റെ അമ്മയുടെയും കല്ലറയില് അവരെ നോക്കി നിന്ന് കരയാണ്. അപ്പൊ തേർഡ് ഹൊക്കാഗെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ഹൊക്കാഗെ ഇറൂക്കയോട് പറയും, നീ ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല. നീ എല്ലാവരെയും ചിരിപ്പിക്കുന്നവനല്ലേ. നിന്റെ ഉള്ളില് ഒരു വിൽ ഓഫ് ഫയർ ഉണ്ട്. അതുപയോഗിച്ച് ഉറപ്പായിട്ടും നിനക്ക് വലിയൊരാളായി തീരാൻ കഴിയുമെന്ന് പറയും. അത് കേട്ട് ഇറൂക്ക സെൻസായി ഇപ്പൊ ഹൊക്കാഗെ കെട്ടിപ്പിടിച്ച് കരയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഇറൂക്ക സെൻസായി പറയും, അന്ന് ഹൊക്കാഗെ തന്ന ആ ഒരു വിൽ ഓഫ് ഫയർ ആണ് ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിനും കൊടുത്തോണ്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പൻ അവൻ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇറൂക്ക സെൻസായുടെ അടുത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. മാസ്റ്റർ ഇങ്ങനെ ഒരാളായിരുന്നോ? ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കത്തി അത് മാസ്റ്റർ എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി. ഒന്നുമല്ലെങ്കിലും മാസ്റ്റർ എന്റെ മാസ്റ്റർ അല്ലേ, ഇത്രയും പ്രായമില്ലേ, നാണമുണ്ടോ എന്റെ കത്തി അടിച്ചു മാറ്റാൻ എന്നൊക്കെ ചോദിച്ച് ഇപ്പൊ കുട്ടപ്പൻ ചൂടായിക്കൊണ്ടേയിരിക്കും. അതിന് ഇറൂക്ക, മിണ്ടാതിരുന്നോ, വാ തുറക്കാൻ പാടില്ല. ഞാനും കാക്കാഷിയും ഞങ്ങൾ കറക്റ്റ് സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നീ ജീവനോട് കൂടെ ബാക്കി ഉണ്ടാവില്ല. ഇന്നു മുതൽ ഞാൻ നിന്റെ ക്ലാസ് ടീച്ചറാണ്. മാത്രമല്ല ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. നിന്റെ ഉള്ളില് വിൽ ഓഫ് ഫയർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കുട്ടപ്പൻ വണ്ടറടിച്ച് വിൽ ഓഫ് ഫയറോ അതെന്താണെന്ന് ഇപ്പൊ ഇറൂക്കയോട് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, ആ ഒരു വിൽ ഓഫ് ഫയർ അതുണ്ടെങ്കിൽ മാത്രമേ നീ ആഗ്രഹിച്ച പോലെ 5th ഹൊക്കാഗെയായി മാറി ഈ ലീഫ് വില്ലേജിനെ നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ അവൻ ആവേശത്തോടു കൂടെ പറയും, എന്റെ ഉള്ളിലും ആ വിൽ ഓഫ് ഫയർ ഉണ്ട്, ഞാൻ ഉറപ്പായിട്ടും ഹൊക്കാഗെ ആവുമെന്ന് പറഞ്ഞ് അവനൊരു കത്തിയെടുത്ത് ഒരു മരത്തില് വലിയൊരു സ്ക്രാച്ച് ഇടും. ഞാൻ ഈ ഒരു ഹൈറ്റില് എപ്പ വളരുന്നോ അപ്പ മുതല് നമ്മുടെ ഗ്രാമം അത് മുഴുവനായിട്ടും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഇറൂക്ക സെൻസായി ആ ഒരു മരം അത് നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ ഏറെക്കുറെ കുട്ടപ്പൻ സ്ക്രാച്ച് ഇട്ട അതേ ലെവലില് അവൻ വളർന്നിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ സാസുകയെ കാണിക്കും. അവൻ കരീനയോട് ചോദിക്കും, സുഗട്സു അവനെ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് ദിവസമായി, അവൻ എവിടെ പോയി ചോദിക്കുമ്പോ നമ്മുടെ സുഗട്സു അവൻ ചാടി വീണ് പറയും, ഞാൻ ആക്ച്വലി എന്റെ ഈ സ്ക്വാഡ് തപ്പിപ്പോയതാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിപ്പോ തിരികെ പിടിച്ചു. സാസുക പറയും, ഇപ്പൊ നമ്മൾ സെറ്റാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജ് ലക്ഷ്യമാക്കി പോണം, നമ്മുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോ പതിയെ നടക്കാൻ തുടങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ സെറ്റ്സു അവൻ നടന്ന എല്ലാ കാര്യങ്ങളും ടോബിയോടും കിസാമിയോടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അത് കേട്ട് ടോബി അവനുടനെ ഇപ്പൊ കിസാമിയോട്
ആ ഒരു എയ്ത്ത് ടെയിലിനെ. അതിനെ എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് വരാൻ പറയും. ഇവിടെ ലീഫ് വില്ലേജില് ഇപ്പൊ യാമുട്ടോ സെൻസായും ഷിക്കാഗോവും അവര് രണ്ടുപേരും കുട്ടപ്പന്റെ പവറിനെ ഓർത്ത് ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഷിക്കാഗോനാണെങ്കില് കുട്ടപ്പൻ അവന്റെ നയൻ ടെയിലിനെ അതിനെ ഒറ്റയ്ക്ക് കൺട്രോൾ ചെയ്ത കാര്യം അറിഞ്ഞ് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ അൻപു ബ്ലാക്ക് ഓപ്സ് അവിടേക്ക് വരും. അവര് ഷിക്കാഗോനോട് പറയും അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, മാസ്റ്റർ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. അത് കേട്ട് ഷിക്കാഗോ അവൻ തലയാട്ടി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും